നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും ആത്മപ്രണാമം. ഇന്ന് നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം 4 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ ശ്ലോകമാണ്. സ്വയംഭൂ ശംഭുരാദിത്യഃ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. സ്വയംഭൂ ശംഭുരാദിത്യഃ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. സ്വയംഭൂഃ ശംഭുഃ ആദിത്യഃ പുഷ്കരാക്ഷഃ മഹാസ്വനഃ അനാദി നിധനഃ ധാതാ വിധാതാ ധാതുഃ ഉത്തമഃ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം. സ്വയംഭൂഃ, സ്വയംഭൂഃ തന്നെത്താൻ ഉണ്ടായത്, സ്വയം ആവിർഭവിച്ചത്. ശംഭുഃ സുഖത്തെ നൽകുന്നവൻ അല്ലെങ്കിൽ മംഗളത്തെ നൽകുന്നവൻ. ആദിത്യഃ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. പുഷ്കരാക്ഷഃ താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ ഉള്ളവൻ. മഹാസ്വനഃ മംഗളസ്വനത്തോടു കൂടിയവൻ, മഹാസ്വനഃ. അനാദിനിധനഃ ജന്മവും വിനാശവും ഇല്ലാത്തവൻ, ജനന മരണങ്ങൾ ഇല്ലാത്തവൻ. ധാതാ വിശ്വത്തെ ധരിക്കുന്നവൻ. വിധാതാ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും സൃഷ്ടികർത്താവ്. ധാതുരുത്തമഃ വിശേഷരൂപത്തിൽ എല്ലാം ധരിക്കുന്നവൻ, എല്ലാ ധാതുക്കളിലും വെച്ച് ഉത്തമമായ ധാതുവായിരിക്കുന്നവൻ. അപ്പം നമുക്ക് ഇതിൻ്റെ മുഴുവനായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം. സ്വയംഭൂ ശംഭുരാദിത്യഃ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ സ്വയം ആവിർഭവിച്ചവനും സുഖത്തെ അഥവാ മംഗളത്തെ നൽകുന്നവനും. പുഷ്കരാക്ഷോ മഹാസ്വനഃ അതിഥിയുടെ പുത്രനായ സൂര്യനായവനും. താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ ഉള്ളവനും. ആദിമ ശബ്ദമായ ഓങ്കാരത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായവനും. അനാദിനിധനോ ധാതാ ജനന മരണങ്ങൾ ഇല്ലാത്തവനും ഈ വിശ്വത്തെ ധരിക്കുന്നവനും. വിധാതാ ധാതുരുത്തമഃ സർവകർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും വിധികർത്താവായവനും. പ്രപഞ്ചത്തിലുള്ള എല്ലാ ധാതുക്കളെക്കാളും സൂക്ഷ്മമായ ഉത്തമ ധാതുവായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കൊന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. സ്വയംഭൂ ശംഭുരാദിത്യഃ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. അടുത്ത ശ്ലോകം. അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്ഥവിഷ്ഠസ്തവിരോ ധ്രുവ. അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്ഥവിഷ്ഠസ്തവിരോ ധ്രുവ. അപ്രമേയഃ ഋഷികേശഃ പത്മനാഭഃ അമരപ്രഭു. അമരപ്രഭു എന്നുള്ളതാണ് നമ്മളവിടെ ചേർത്താണ് എടുക്കുന്നത്. അപ്പോൾ ആ എന്ന് എടുത്തു പറയേണ്ട, പകരം നമ്മളത് ചേർത്ത് ചൊല്ലുന്നു. അപ്പോൾ ആ സൗണ്ട് അവിടെ നമുക്ക് ഓൾറെഡി അത് വരും. പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുഃ ത്വഷ്ടാഃ സ്ഥവിഷ്ടഃ സ്ഥവിരഃ
ധ്രുവഃ. നമുക്കിനി ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അപ്രമേയഃ പ്രത്യക്ഷ പ്രമാണം അല്ലെങ്കിൽ അനുമാനം, അഭാവരൂപമായ പ്രമാണം എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഋഷികേശഃ ഋഷികങ്ങളുടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ, സൂര്യചന്ദ്രരൂപങ്ങളിൽ രശ്മികളാകുന്ന കേശങ്ങളോടുകൂടിയവൻ. പത്മനാഭഃ നാഭിയിൽ പത്മമുള്ളവൻ. അമരപ്രഭു ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്നവൻ, അമരപ്രഭു. വിശ്വകർമ്മ എല്ലാ കർമ്മങ്ങളും ആരുടെ പ്രവൃത്തിയാണോ അവൻ. ദേവശില്പിയായ ത്വഷ്ടാവിനോട് തുല്യനായവൻ വിശ്വകർമ്മ. മനുഹു മനനം ചെയ്യുന്നവൻ. ത്വഷ്ട സകല പ്രാണികളെയും തനൂകരിക്കുന്നവൻ, ക്ഷീണിപ്പിക്കുന്നവൻ. തനൂകരിക്കുന്നവൻ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്നവൻ. സ്ഥവിഷ്ഠഃ അത്യധികം സ്ഥൂലനായവൻ. സ്ഥവിഷ്ഠഃ അത്യധികം സ്ഥൂലനായവൻ. സ്ഥവിരഃ ധ്രുവഃ സ്ഥവിരധ്രുവഃ പുരാതനനാകയാൽ ധ്രുവനായിട്ടുള്ളവൻ. ഒരു പ്രമാണങ്ങളാലും അളക്കാൻ സാധിക്കാത്തവനും ഇന്ദ്രിയങ്ങളുടെ നാഥനായവനും സർവ ജഗത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമായ പത്മം നാഭിയിൽ വഹിക്കുന്നവനും ദേവന്മാരുടെ പ്രഭുവായവനും ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് വിശ്വത്തിൻ്റെ സൃഷ്ടികാരകനായവനും മന്ത്രസ്വരൂപനായവനും സൂക്ഷ്മരൂപത്തിൽ ആക്കുന്നവനും വളരെ വലിയ രൂപമുള്ളവനും പുരാതനനും യാതൊരു മാറ്റവും വരാത്ത ചലനരഹിതനായവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ അജനാണ്, ജനനമോ മരണമോ ഇല്ല, എന്നും സ്ഥിരമായി നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭു വിശ്വകർമ്മ മനുസ്ത്വഷ്ടാസ്തവിഷ്ടസ്ഥവിരോ ധ്രുവ. അടുത്ത ശ്ലോകം നോക്കാം. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷഃ പ്രദർദന പ്രഭൂതസ്ത്രികകുപ്ധാമ പവിത്രം മംഗളം വരം. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷഃ പ്രദർദന പ്രഭൂതസ്ത്രികകുപ്ധാമ പവിത്രം മംഗളം വരം. അഗ്രാഹ്യഃ ശാശ്വതഃ കൃഷ്ണഃ. അഗ്രാഹ്യ ശാശ്വതഃ കൃഷ്ണോ കൃഷ്ണഃ. ലോഹിതാക്ഷഃ പ്രദർദനഃ ലോഹിതാക്ഷഃ പ്രദർദനഃ. പ്രഭൂതഃ സ്ത്രികകുപ്ധാമ. പ്രഭൂത സ്ത്രികകുപ്ധാമ, അതിനെ പദം പിരിക്കുമ്പോൾ പ്രഭൂതഃ സ്ത്രികകുപ്ധാമ പവിത്രം മംഗളം പരം. പവിത്രം മംഗളം പരം. ഇനി നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അഗ്രാഹ്യഃ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ, ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ. അഗ്രാഹ്യഃ ശാശ്വതഃ സർവകാലങ്ങളിലും ഭവിക്കുന്നവൻ. കൃഷ്ണഃ സത്താവാചകമായ കൃഷ് ധാതുവും ആനന്ദവാചകമായ നകാരവും ചേർന്നുണ്ടായതാണ് ഈ കൃഷ്ണ ശബ്ദം. ഈ രണ്ടു ഭാവങ്ങളും ഉള്ളവൻ, അതായത് നിറം കറുപ്പായതിനാൽ കൃഷ്ണൻ എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ കൃഷ് ധാതുവും ആനന്ദവാചകമായ നകാരവും ചേർന്നുണ്ടായതാണ് ഈ കൃഷ്ണ ശബ്ദം. ഈ രണ്ടു ഭാവങ്ങളും ഉള്ളവനാണ്. നിറം കറുപ്പായതിനാലും കൃഷ്ണൻ എന്ന് പറയുന്നു. ലോഹിതാക്ഷഃ രക്തവർണമായ നേത്രങ്ങളോട് കൂടിയവൻ. ലോഹിതാക്ഷഃ പ്രദർദനഃ പ്രളയകാലത്തിൽ എല്ലാ ജീവികളെയും പ്രദർദനം അഥവാ ഹിംസ ചെയ്യുന്നവൻ. പ്രളയകാലത്തിൽ എല്ലാ ജീവികളെയും ഹിംസിക്കുന്നവൻ.
പ്രഭൂതഃ ജ്ഞാനം, ഐശ്വര്യം മുതലായ ഗുണങ്ങളോട് കൂടിയവൻ. പ്രഭൂതഃ. ത്രികകുപ്താമ, ത്രികകുപ്താമ ഊർധ്വ മധ്യാധോ ഭാഗങ്ങളാകുന്ന 3 ദിക്കുകൾക്ക്, അതായത് ഊർധ്വം, മധ്യമം, അധമം, അങ്ങനെയുള്ള 3 ദിക്കുകൾക്ക് ആശ്രയമായിട്ടുള്ളവൻ. പവിത്രം എല്ലാറ്റിനെയും പവിത്രമാക്കുന്നവൻ. മംഗളം പരം എല്ലാ അശുഭങ്ങളും ദൂരീകരിക്കുന്ന മംഗളസ്വരൂപനും സർവഭൂതങ്ങളിലും വെച്ച് ഉത്തമമായും ഇരിക്കുന്നവൻ. മംഗളം പരം സർവഭൂതങ്ങളിലും വെച്ച്, എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഉത്തമമായി ഇരിക്കുന്നവൻ. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം മുഴുവനായിട്ടൊന്ന് നോക്കാം. ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കുവാൻ കഴിയാത്തവനും എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്നവനും ഹൃദയത്തെ ആകർഷിച്ചുകൊണ്ട് നിത്യാനന്ദ സ്വരൂപനായവനും തുടുത്ത കണ്ണുകൾ ഉള്ളവനും പ്രളയകാലത്ത് പ്രപഞ്ചത്തെ പദാർത്ഥങ്ങളോടൊപ്പം പ്രളയജലത്തിൽ ലയിപ്പിക്കുന്നവനുമായ പ്രദർദനനായവനും പരിപൂർണനായവനും 3 ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനും ശുദ്ധമാക്കുന്നവനും ശുദ്ധനായവനും പരമോത്കൃഷ്ടനായവനും മംഗളസ്വരൂപനായവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂതസ്ത്രികകുപ്താമ പവിത്രം മംഗളം പരം. അടുത്ത ശ്ലോകം നോക്കാം. ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ. ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ. ഈശാനഃ പ്രാണദഃ പ്രാണഃ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതി. ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതിഃ ഹിരണ്യഗർഭഃ ഭൂഗർഭഃ മാധവഃ മധുസൂദനഃ. ഇനി ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഈശാനഃ, ഈശാനഃ സർവഭൂതങ്ങളെയും നിയന്ത്രണം ചെയ്യുന്നവൻ. പ്രാണദഃ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ. പ്രാണഃ പ്രാണനം ചെയ്യുന്നവൻ അഥവാ ശ്വാസപ്രശ്വാസങ്ങൾ എടുക്കുന്നവൻ. ജീവികളുടെ ജീവൻ, അതായത് ശ്വാസം എടുക്കുകയും വിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ജ്യേഷ്ഠഃ ഏറ്റവും വൃദ്ധനായിട്ടുള്ളവൻ. ശ്രേഷ്ഠഃ സർവാധികമായ പ്രശംസയെ അർഹിക്കുന്നവൻ അഥവാ എല്ലാറ്റിനെയും അതിശയിക്കുന്നവൻ. പ്രജാപതിഃ എല്ലാ പ്രജകളുടെയും പതിയായിരിക്കുന്നവൻ. ഹിരണ്യഗർഭഃ ബ്രഹ്മാണ്ഡരൂപമായ ഹിരണ്മയാണ്ഡത്തിൻ്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ആത്മസ്വരൂപനായിരിക്കുന്നവൻ. ഭൂഗർഭഃ ഭൂമി ആരുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ അവൻ. മാധവഃ മഹാലക്ഷ്മിയുടെ ഭർത്താവ്. മധുസൂദനഃ മധുവെന്ന അസുരനെ കൊന്നവൻ. മധുസൂദനഃ സർവലോകത്തിൻ്റെയും അധിപതിയായി പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനും പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾക്ക് പ്രാണൻ നൽകി ചലനാത്മകമാക്കുന്നവനും ജീവാത്മാവായവനും ഏറ്റവും ആദ്യം ഉണ്ടായവനും ഏറ്റവും പ്രശംസിക്കത്തക്കവനായവനും എല്ലാ പ്രജകളുടെയും നാഥനായവനും സൂര്യ തേജസ്സോടുകൂടിയ സ്വർണഗോളമായി പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്നവനും ഉദരത്തിൽ ഭൂമിയെ വഹിക്കുന്നവനും ലക്ഷ്മീദേവിയുടെ ഭർത്താവായിട്ടുള്ളവനും മധു എന്ന അസുരനെ നിഗ്രഹിച്ചവനുമായ വിഷ്ണുവിന് നമസ്കാരം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം.
ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. അടുത്ത ശ്ലോകം നോക്കാം. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ. പദങ്ങൾ നോക്കാം. ഈശ്വരഃ, ഈശ്വരോ, അത് ഈശ്വരഃ. വിക്രമീ, ധന്വീ, മേധാവീ, വിക്രമഃ, ക്രമഃ. അനുത്തമഃ, അനുത്തമോ, അനുത്തമഃ. ദുരാധർഷഃ, കൃതജ്ഞഃ, കൃതിഃ, ആത്മവാൻ, കൃതിരാത്മവാൻ, കൃതിഃ ആത്മവാൻ. ഈശ്വരഃ, സർവശക്തിമാൻ. വിക്രമീ, ശൗര്യത്തോടു കൂടിയവൻ, വിക്രമി. ധന്വീ, ധനുസോടു കൂടിയവൻ, ധന്വീ, ധനുസോടു കൂടിയവൻ. ശാർങ്കം എന്നാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ആ ധനുസിൻ്റെ പേര്, ശാർങ്കം. മേധാവി, ബുദ്ധിസാമർഥ്യമുള്ളവൻ. വിക്രമഃ, ജഗത്തിനെ ലംഘനം ചെയ്യുന്നവൻ, ഗരുഡന്റെ പുറത്ത് ഗമനം ചെയ്യുന്നവൻ. ക്രമഃ, ക്രമണം ചെയ്യുന്നതിനോ ക്രമത്തിനോ കാരണമായവൻ. ക്രമണം അല്ലെങ്കിൽ ലംഘനം ചെയ്യുന്നതിനോ ക്രമത്തിനോ കാരണമായവൻ, ക്രമഃ. അനുത്തമഃ, ഇവനിൽ നിന്ന് ഉത്തമനായി മറ്റൊരുവൻ ഇല്ലാത്തവൻ, പകരം വയ്ക്കാനായി മറ്റൊന്നും തന്നെ ഇല്ല. ദുരാധർഷഃ, ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ. കൃതജ്ഞതഃ, ജീവികളുടെ കൃതമായ കർമ്മങ്ങളെ അറിയുന്നവൻ, കൃതജ്ഞഃ. കൃതിഃ, എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ, സർവാത്മകനായവൻ. സർവാത്മകനാകിയാൽ എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ. ആത്മവാൻ, സ്വന്തം മഹിമാവിൽ പ്രതിഷ്ഠിതൻ, ആത്മവാൻ. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമഃ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ. സകല ശക്തികളും തികഞ്ഞവനും വളരെ ശൗര്യം ഉള്ളവനും ശാർങ്കം എന്ന വില്ല് കയ്യിൽ ധരിച്ചവനും ഏറ്റവും നല്ല ബുദ്ധിയോടുകൂടി ഉന്നത പദവിയെ അലങ്കരിക്കുന്നവനും ലോകത്തെ മൂന്നടിയായി അളന്നവനും ലോകത്തെ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും തന്നെക്കാൾ ഉത്തമനായി മറ്റൊരാൾ ഇല്ലാത്തവനും ആർക്കും എതിരിടാൻ കഴിയാത്തവനും ജീവജാലങ്ങളുടെ സുകൃത ദുഷ്കൃതങ്ങളെ അറിയുന്നവനും ക്രിയാസ്വരൂപനും സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ.